വചനചിന്ത. മനുഷ്യൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും. മനുഷ്യന് വിവേകവും വിവേചന ബുദ്ധിയും നൽകിയ ദൈവം അവന് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും നൽകി. ജീവിതത്തിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് അത്തരം തീരുമാനങ്ങളെടുക്കുന്ന സന്ദർഭങ്ങളിലാണ്. തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലുമെല്ലാം തെറ്റുകൾ സംഭവിച്ചു എന്ന പിൽക്കാലത്ത് തിരിച്ചറിയുകയും അതിൽ വ്യസനിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം കാണാറുണ്ട്. ജീവിതത്തിൽ സുപ്രധാനമായ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കാവുന്ന മാനദണ്ഡം എന്തായിരിക്കും? അഥവാ ജീവിതത്തിന് മുമ്പിൽ വ്യത്യസ്തങ്ങളായ പല വഴികളും ഓപ്ഷനുകളും വരുമ്പോൾ ഏതു തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുവാൻ സഹായകമായതും വിശ്വസനീയമായതുമായ ഒരു മാർഗം മനുഷ്യന് മുമ്പിലുണ്ടോ? മനുഷ്യന് വിവേകം, വിവേചന ബുദ്ധി എന്നിവ നൽകിയ ദൈവം സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകിയാണ് സൃഷ്ടിച്ചത്. സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യം പലപ്പോഴും മനുഷ്യനെ അപകടങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രയെന്ന് സോളമൻ രാജാവ് സദൃശവാക്യങ്ങളിൽ പറയുന്നു. ഭക്തർക്കും അഭക്തർക്കും വന്നു ഭവിക്കാവുന്ന ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സുരക്ഷിതമായ മാർഗം എന്താണ്? ഓരോ രാജ്യങ്ങളിലും പൗരന്മാർക്ക് പാലിക്കുവാൻ നിയമസംഹിതകൾ ഉള്ളതുപോലെ സാർവത്രികമായ മനുഷ്യർക്ക് പാലിക്കുവാൻ നിയതമായ ഒരു ധർമ്മസംഹിത ദൈവം വച്ചിട്ടുണ്ട്. അതാണ് മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ജീവൻ്റെ മാർഗം. സർവജ്ഞാനിയായ ദൈവം തൻ്റെ ദിവ്യജ്ഞാനത്താൽ മനുഷ്യന് കൽപ്പിച്ചു നൽകിയ ജീവൻ്റെ വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണെന്ന് ബൈബിൾ പറയുന്നു. ഇടുങ്ങിയ വാതിലിൽ കൂടി കടന്നു വേണം ഈ മാർഗത്തിലെത്തുവാൻ. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാണ്. കാരണം അതിലേക്കുള്ള വാതിൽ വിശാലമായതാണ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നതായി പ്രവാചകനായ യെശയ്യാവ് പ്രവചന പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. 9-ാം വാക്യത്തിൽ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഈ അന്തരമാണ് പലപ്പോഴും മനുഷ്യന് ദൈവത്തിൻ്റെ ഹിതവും വഴികളും മനസ്സിലാക്കുന്നതിന് തടസ്സമാകാറുള്ളത്. ദൈവവിളിയും ദൈവവാഗ്ദത്തങ്ങളും തിരിച്ചറിഞ്ഞ് വിശ്വാസമാർഗത്തിൽ ജീവിതയാത്ര ആരംഭിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിൽക്കാലത്ത് ദൈവ വഴി വിട്ട് മാറിയതിൻ്റെ ഫലമായി വാഗ്ദത്ത സന്തതിക്ക് ശത്രുവായ ഒരു ജാതിക്ക് ജന്മം കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവർക്ക് മുൻപായി സഞ്ചരിച്ചു എന്ന് വചനം പറയുന്നു. മാത്രമല്ല, വഴിയിൽ അവരെ കാക്കേണ്ടതിനും ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടതിനും അവരുടെ മുമ്പിലുള്ള ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും നീക്കിക്കളയേണ്ടതിനും ഒരു ദൂതനെ അവർക്ക് വേണ്ടി നിയമിച്ചതായും പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇസ്രായേലിനോട് ദൈവം കൽപ്പിച്ചത് അവർ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനോട് മത്സരിക്കാതിരിക്കുകയും വേണമെന്നായിരുന്നു. ഇസ്രായേലിൽ പാർത്ത ജനത്തോട് വീണ്ടും പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് നിങ്ങൾ കേൾക്കും എന്നായിരുന്നു. പുതിയ നിയമകാലഘട്ടത്തെക്കുറിച്ച് യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും. പുതിയ നിയമകാലത്തും പഴയ നിയമകാലത്തും ദൈവം മനുഷ്യനെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചിട്ടുള്ളതായി ബൈബിൾ വ്യക്തമാക്കുന്നു. സാധാരണ വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ വചനം
അവർക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നൽകപ്പെട്ടിരിക്കുന്നു. അതത് സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരെ വചനവഴിയിൽ നടത്തും. എന്നാൽ പ്രത്യേകമായി ദൈവീയ നിയോഗങ്ങൾ പ്രാപിച്ച ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക് കൂടുതൽ സൂക്ഷ്മവും കർശനവുമായ നിയന്ത്രണങ്ങൾ പരിശുദ്ധാത്മാവ് നൽകാറുണ്ട്. ശമരിയ പട്ടണത്തിൽ ശക്തമായ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന ഫിലിപ്പോസിനോട് ഗസയിലെ നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് കൽപ്പന നൽകി. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചതിനാൽ എത്യോപ്യയിലെ ധനകാര്യമന്ത്രി സ്നാനപ്പെടുവാനിടയായി. യേശുവിനോടുകൂടെ നടന്ന അപ്പോസ്തലന്മാരെക്കാൾ പൗലോസ് ദൈവത്താൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുവാൻ കാരണം പൗലോസ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു എന്നതിനാലാണ്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കിയതായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. ബിഥുന്യയിലേക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് പൗലോസിനെയും ശീലാസിനെയും അനുവദിച്ചില്ല എന്നും ദർശനത്തിൽ മാസിഡോണിയയിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു എന്നും 16-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ടാൽ മാത്രമേ സഭകൾക്കും മിഷണറി പ്രസ്ഥാനങ്ങൾക്കും ദൈവത്തിനു വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ നൽകുന്ന പാഠം അതാണ്. മാനുഷിക ചിന്തകൾക്കും മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന വഴികൾക്കും ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ കഴിയും. നിനവെ പട്ടണത്തോട് ന്യായവിധിയുടെ സന്ദേശം നൽകുവാൻ അയക്കപ്പെട്ട പ്രവാചകനായ യോന സ്വന്തമായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തർശീസിലേക്ക് കപ്പൽ കയറി. യോനയുടെ തീരുമാനത്തിന് പിന്നിൽ മാനുഷികമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നതായി കാണുവാൻ കഴിയും. ദൈവഹിതത്തേക്കാൾ തൻ്റെ താൽപ്പര്യങ്ങൾക്കും ചിന്തകൾക്കും യോന കൂടുതൽ പരിഗണന നൽകി. തന്മൂലം യോന ജീവിതത്തിൽ കഠിനമായ കഷ്ടതകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ദൈവ വഴിവിട്ട് സഞ്ചരിച്ചതിനാൽ ജീവിതത്തിൽ ഇത്തരം കഷ്ടതകളിലൂടെ നിരന്തരം കടന്നു പോകേണ്ടി വരുന്നവർ ധാരാളമുണ്ട്. അത്തരക്കാർ തങ്ങളുടെ വഴികൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ തയ്യാറായാൽ ശോധനകളിൽ നിന്ന് മോചനം പ്രാപിക്കാം. സുവിശേഷ വേലയുടെ വിളിയെ അവഗണിക്കുന്നവർക്കും വേലയിൽ തങ്ങളുടെ സുരക്ഷിതത്വത്തിന് ദൈവഹിതത്തേക്കാൾ മുൻതൂക്കം കൊടുക്കുന്നവർക്കും ശക്തമായൊരു മുന്നറിയിപ്പ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ യേശു നൽകുന്നു. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. വിരോധാഭാസമെന്ന് തോന്നാവുന്ന ഈ പ്രസ്താവനയിൽ ദൈവത്തിൻ്റെ ഉന്നതവും ശ്രേഷ്ഠവുമായ വഴിയുടെ മഹത്വം കാണുവാൻ കഴിയും. സാധാരണക്കാർക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും ദൈവം തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തുന്നതിന് വിവിധ മാധ്യമങ്ങളുണ്ട്. എന്നാൽ അവ പലപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദന തലത്തിൽ കൂടി ആയിരിക്കില്ല. ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് ദൈവവചനം, പ്രവചനം, ദർശനങ്ങൾ, സ്വപ്നം, മൃദുവായ ശബ്ദം, കേൾക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശബ്ദം, അന്തരാത്മാവിലെ തോന്നലുകൾ എന്നിങ്ങനെയുള്ള വിവിധ മാർഗങ്ങളിലൂടെയാണ്. സ്രഷ്ടാവായ ദൈവം ആദ്യം മുതൽ ഇന്നോളം തൻ്റെ ജനത്തോട് സംവേദിക്കുവാനും സംഭാഷിക്കുവാനും ഇഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അവസരങ്ങൾ അതിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭങ്ങളാണ്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ദൈവഹിതം അന്വേഷിക്കുവാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി വിജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ജീവിക്കുന്ന ദൈവം സംസാരിക്കുന്നത് തൻ്റെ ജനത്തെ ജീവൻ്റെ മാർഗത്തിൽ നടത്തുവാൻ വേണ്ടിയാണ്. വചനം ജഡാവതാരമെടുത്ത യേശു ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവിതത്തിൽ വഴി എന്തെന്നറിയാതെ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് യേശുവിലൂടെ പിതാവായ ദൈവത്തിങ്കലേക്ക് അടുത്ത് ചെല്ലുവാനും ജീവനും സമാധാനവും അനുഭവിക്കുവാനും കഴിയും. ജീവൻ്റെ മാർഗത്തിൽ അവൻ
വഴി നടത്തും. ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.